എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഫെബ്രുവരി 2, 1936. രാവിലെ മണിയടിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റുവെങ്കിലും ഉറക്കം എന്നെ വിട്ടുപോയില്ല. അതിനെ അതിജീവിക്കാനായി ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ചാടി. 2 നിമിഷത്തിനുള്ളിൽ നിദ്രാഭാരം എന്നെ വിട്ടുപോയി. ധ്യാനിക്കാനായി ചെന്നപ്പോൾ കുറേ വിലകെട്ട വിചാരങ്ങൾ എൻ്റെ തലയിലേക്ക് ഇരച്ചു കയറി. കുറേയധികം ഉണ്ടായിരുന്നതുകൊണ്ട് ധ്യാനസമയം മുഴുവൻ ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നു. പ്രാർത്ഥനാ സമയത്തും ഇത് തുടർന്നു. എന്നാൽ വിശുദ്ധ കുർബാന തുടങ്ങിയപ്പോൾ ഒരതിസ്വാഭാവിക ശാന്തിയും സമാധാനവും എന്നിൽ നിറഞ്ഞു വന്നു. ഉണ്ണീശോയോട് കൂടി പരിശുദ്ധ ദൈവമാതാവിനെ ഞാനപ്പോൾ കണ്ടു. വിശുദ്ധ ഔസേപ്പിതാവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നിധി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ എൻ്റെ കൈകളിലേക്ക് തന്നു. ഉണ്ണീശോയെ എൻ്റെ കരങ്ങളിലെടുത്തപ്പോൾ പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധ ഔസേപ്പിതാവും അപ്രത്യക്ഷരായി. ഉണ്ണീശോയും ഞാനും തനിച്ചായി. ഞാൻ ഉണ്ണീശോയോട് പറഞ്ഞു, തീരെ ചെറുതാണെങ്കിലും അങ്ങൻ്റെ സൃഷ്ടാവും ദൈവവുമാണെന്ന് ഞാൻ അറിയുന്നു. ഈശോ തൻ്റെ കുഞ്ഞിളം കരങ്ങൾ എൻ്റെ നേരെ നീട്ടി എന്നെ നോക്കി പുഞ്ചിരി തൂകി. എൻ്റെ ആത്മാവ് അതുല്യമായ ആനന്ദത്താൽ നിറഞ്ഞു. വിശുദ്ധ കുർബാന സ്വീകരണ സമയമായപ്പോൾ പെട്ടെന്ന് ഉണ്ണീശോ അപ്രത്യക്ഷനായി. ഞാൻ മറ്റു സഹോദരിമാരോടൊപ്പം ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. എൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. ഈ വാക്കുകൾ അപ്പോൾ എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു. നിന്റെ കരങ്ങളിലായിരുന്ന ഞാൻ തന്നെയാണ് നിന്റെ ഹൃദയത്തിലും. പിന്നീട് ഞാനൊരു ആത്മാവിനു വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചു. സഹിക്കുന്നതിനുള്ള ശക്തി അദ്ദേഹത്തിന് നൽകണമെന്നും ഒരു പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കണമെന്നും. നീ ചോദിച്ചതുപോലെ തന്നെ ആകട്ടെ, എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹിമയ്ക്ക് കുറവൊന്നും ഉണ്ടാവുകയില്ല. എൻ്റെ അന്തരാത്മാവ് സന്തോഷഭരിതമായി. ദൈവം എത്ര നല്ലവനും കാരുണ്യവാനുമാണ്. പരിപൂർണ ശരണത്തോടെ നമ്മൾ ചോദിക്കുന്നതെന്തും ദൈവം നമുക്ക് നൽകുന്നു. ദൈവവുമായുള്ള ഓരോ സംഭാഷണത്തിനു ശേഷവും എൻ്റെ ആത്മാവ് അതിസ്വാഭാവിക രീതിയിൽ ശക്തി പ്രാപിച്ചു. അഗാധമായ ഒരു പ്രശാന്തത എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ലോകത്തിലുള്ള യാതൊന്നിനെയും എനിക്ക് ഭയമില്ലാതായി. ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിച്ചേക്കുമോ എന്ന ഏക ഭയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഓ എൻ്റെ ഈശോയെ, അവിടുത്തെ എത്രയും പരിശുദ്ധ ഹൃദയത്തിൻ്റെ യോഗ്യതകളിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ യാചിക്കുന്നു. അവിടുത്തെ കോപം ശമിപ്പിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. അവിടുത്തെ വത്സലതാതൻ്റെ നീതിയിൽ നിന്ന് അവിടുത്തെ തിരുമുറിവുകളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. ദൈവമേ, ഓരോ ആത്മാവിനെയും പുനർജീവിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കരുണയുടെ ഉറവിടം അവിടുന്നാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങേ കരുണ അത് എത്രയോ ഉന്നതമാണ്. അങ്ങയുടെ മറ്റെല്ലാ ഗുണങ്ങളെയും അതിശയിപ്പിക്കുന്നതാണ് ഇത്. അങ്ങയുടെ ഏറ്റവും വലിയ വിശേഷണവും കരുണയാണല്ലോ. ഞാൻ കണ്ടുമുട്ടുന്നതെല്ലാം അങ്ങേ കാരുണ്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. ദൈവകരുണ ആത്മാവിൻ്റെ ജീവനാണ്. അവിടുത്തെ കാരുണ്യം അക്ഷയമാണ്. ഓ എൻ്റെ ദൈവമേ, അവിടുത്തെ നിലയ്ക്കാത്ത കാരുണ്യത്തിനൊത്ത് അവിടുന്ന് ഞങ്ങളോട് വർത്തിക്കണമേ. അവിടുത്തെ ഉന്നതമായ കരുണയ്ക്കനുസൃതമായി ഞങ്ങളെ രക്ഷിക്കണമേ. ഒരവസരത്തിൽ എനിക്ക് സംഭവിച്ച ഒരു കാര്യം ഈശോയെ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചോ എന്ന സംശയത്തിന് ഞാൻ അടിപ്പെട്ടു. ആ സംശയം എനിക്ക് ദൂരീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട എന്ന് ഞാൻ നിശ്ചയിച്ചു. ഞാനത് ചെയ്ത ഉടനെ തന്നെ മനസ്തപിച്ചിരുന്നു. എത്ര ലഘുവായ പാപം ചെയ്താലും ഞാൻ ഉടനെ മനസ്തപിച്ച് മാപ്പ് അപേക്ഷിക്കുമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്ന ആ ദിവസങ്ങളിൽ ദൈവിക സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അതെന്നിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വേദന ഉളവാക്കി. എങ്കിലും എൻ്റെ പാപത്തിനുള്ള ശിക്ഷയായി ഞാനത് സ്വീകരിച്ചു. കുമ്പസാര സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്നതിന് എന്നെ കുറ്റപ്പെടുത്തി. കാരണം എനിക്ക് സംഭവിച്ചത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തടസ്സമായിരുന്നില്ല. കുമ്പസാരത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോ എനിക്ക് കാണപ്പെട്ട് പറഞ്ഞു, എൻ്റെ പ്രിയ മകളെ, നിനക്കറിയാമോ, നീ ചെയ്ത ചെറിയ പാപത്തെക്കാളും എന്നെ വേദനിപ്പിച്ചത് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നീ എന്നോട് ഐക്യപ്പെടാതിരുന്നതാണ്. ഒരു ദിവസം ഒരു ചെറിയ ചാപ്പലിൽ ഞങ്ങൾ 6 സഹോദരിമാർ ഞങ്ങളുടെ കുമ്പസാരക്കാരിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ഒരു സൂർപ്ലേസും ഉറാലയും മാത്രമേ അണിഞ്ഞിരുന്നുള്ളൂ. കപ്പേളയിൽ ഒരലങ്കാരവും ഉപകരണങ്ങളുമില്ലായിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ഛായാചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഈശോയെ ഞാൻ കണ്ടു. ഈശോ നടന്നു പോവുകയാണ്. ഞാൻ അവിടുത്തോട് അപേക്ഷിച്ചു, നാഥാ, എന്നോടൊരക്ഷരം പോലും സംസാരിക്കാതെ അങ്ങേക്ക് എങ്ങനെ ഇതുപോലെ കടന്നു പോകാൻ സാധിക്കും? അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ എന്നോട് കൂടി വസിക്കണമേ. എന്നെയും ഈ ഭവനത്തെയും എൻ്റെ രാജ്യത്തെയും അങ്ങ് അനുഗ്രഹിക്കണം.
ഈശോ വേഗം കുരിശാകൃതിയിൽ ആശീർവദിച്ച് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്നോട് കൂടിയുണ്ട്. നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് 2 ദിവസത്തേക്ക് 1 മണിക്കൂർ പരിഹാര ആരാധന പെൺകുട്ടികളോടുകൂടി ഞങ്ങൾ നടത്തി. ഈ 2 മണിക്കൂറുകളിലും ചമ്മട്ടിയടിക്കപ്പെട്ട രൂപത്തിൽ ഈശോയെ ഞാൻ കണ്ടു. എൻ്റെ ആത്മാവിൽ വളരെ വേദന തോന്നി. ശരീരത്തിലും ആത്മാവിലും അതേ പീഡകൾ അനുഭവിക്കുന്നതായി എനിക്ക് തോന്നി. മാർച്ച് 1, 1936. ഇന്ന് ദിവ്യബലിയുടെ സമയത്ത് ഒരു അതിസ്വാഭാവിക ശക്തി എന്നിൽ വന്ന് നിറഞ്ഞു. ദൈവിക പദ്ധതി എത്രയും വേഗം സാക്ഷാത്കൃതമാകണമെന്ന വ്യഗ്രത എന്നിലുണ്ടായി. ദൈവം എന്നോട് പ്രാവർത്തികമാക്കാൻ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ അറിവുണ്ടായിരുന്നു. മറിച്ച് ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളം പറയുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ദൈവം അവിടുത്തെ തിരുവിഷ്ടം സംശയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും വരാത്ത വിധം സ്പഷ്ടമായും സമഗ്രമായും എനിക്ക് വെളിപ്പെടുത്തി തന്നിരുന്നു. ദൈവമഹത്വത്തിനും അനേകന്റെ ആത്മരക്ഷയ്ക്കുമായി ദൈവം പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനിയും ഞാൻ ഫലമേൽക്കാതിരുന്നാൽ അത് അവിടുത്തോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ കൃതജ്ഞതയാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ അഗാധമായ കരുണ വെളിപ്പെടുത്തി കൊടുക്കാൻ എന്നെപ്പോലെ ബലഹീനമായ ഒരു ഉപകരണത്തെയാണ് അവിടുന്ന് അനാദിയിലെ തിരഞ്ഞെടുത്തത്. സത്യമായും അവിടുത്തെ തിരുമനസ്സിനോട് ഇനിയും മറുതലിക്കുന്നത് വലിയ നന്ദിഹീനതയാണ്. ഇനി എന്നെ ഒന്നിനും തടഞ്ഞു നിർത്താനാവില്ല. പീഡനങ്ങളോ സഹനങ്ങളോ പരിഹാസമോ നിന്ദനമോ ഭീഷണിയോ ശാസനയോ വിശപ്പോ തണുപ്പോ മുഖസ്തുതിയോ സൗഹൃദമോ ദുരിതമോ മിത്രമോ ശത്രുവോ ഞാനിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളോ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളോ എന്നല്ല, നരകത്തിൻ്റെ മുഴുവൻ ശത്രുതയോ ഒന്നും ദൈവമനസ്സ് നിറവേറ്റുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല. ഞാൻ എൻ്റെ കഴിവ് പരിഗണിക്കുന്നതേയില്ല. അവിടുത്തെ സർവ്വശക്തിയിലാണ് എൻ്റെ വിശ്വാസം. എന്തെന്നാൽ അവിടുത്തെ തിരുഹിതം എനിക്ക് വെളിപ്പെടുത്തി തരാൻ കൃപയായതുപോലെ അത് പൂർത്തിയാക്കുവാനുള്ള കൃപയും അവിടുന്ന് എനിക്ക് നൽകും. എന്നിലെ മാനുഷികത അതിൻ്റെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തി എന്നെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്നത് ഞാൻ മറച്ചുവെക്കുന്നില്ല. തൽഫലമായി ഗത്സമേൻ തോട്ടത്തിൽ ഈശോ അനുഭവിച്ചതുപോലെ വലിയൊരു പോരാട്ടം എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്നു, നിത്യനായ പിതാവേ, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് എടുത്തു കളയണമേ. ഒരിക്കലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ തിരുവിഷ്ടം പോലെയാകട്ടെ. എൻ്റെ നാഥ, അവിടുത്തെ തിരുവിഷ്ടം പൂർത്തിയാക്കണമേ. ഞാൻ കടന്നു പോകാനുള്ളത് എന്തിലൂടെയാണെന്ന് എനിക്ക് അജ്ഞാതമല്ല. എന്നാൽ എൻ്റെ പൂർണ്ണമായ അറിവോടെ അങ്ങ് എനിക്ക് അയച്ചു തരുന്നത് ഞാൻ സ്വീകരിക്കുന്നു. ഓ നാഥ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യവാരിധിയായ ദൈവമേ, അങ്ങ് ആത്മാക്കളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസം ഞാൻ തന്നെ ആദ്യം നിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓ സനാതന സത്യമേ, എന്നെ സഹായിക്കണമേ. ജീവിതപാതയിൽ എനിക്ക് പ്രകാശമായിരിക്കണമേ. അവിടുത്തെ തിരുവിഷ്ടം എന്നിൽ പൂർത്തിയാക്കണമേ. എൻ്റെ ദൈവമേ, അവിടുത്തെ തിരുവിഷ്ടം പൂർത്തിയാക്കാനല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് എളുപ്പമുള്ളതാണോ അല്ലയോ എന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ പ്രവർത്തന നിരതയാകുവാൻ ഒരു അതിസ്വാഭാവിക ശക്തി നിർബന്ധിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ എന്നെ പുറകോട്ട് വലിക്കുന്നുള്ളൂ: പരിശുദ്ധമായ അനുസരണം. ഓ എൻ്റെ ഈശോയെ, അവിടുന്ന് ഒരു കരം കൊണ്ട് എന്നെ നിർബന്ധിക്കുന്നു, അതേസമയം മറുകരം കൊണ്ട് പുറകോട്ട് വലിച്ച് തടസ്സപ്പെടുത്തുന്നു. ഇതിനിടയിൽ ഓ എൻ്റെ ഈശോയെ, അവിടുത്തെ തിരുമനസ്സ് നിറവേറട്ടെ. ഞാൻ ഈ മാനസികാവസ്ഥയെ തന്നെ ചില ദിവസങ്ങൾ ചെലവഴിച്ചു. എൻ്റെ ശാരീരിക ശക്തി ക്ഷയിക്കുവാൻ തുടങ്ങി. ഞാൻ ആരോടും ഇതേക്കുറിച്ച് സംസാരിച്ചില്ല. എൻ്റെ മദർ സുപ്പീരിയർ പോലും ഇത് മനസ്സിലാക്കിയില്ല. എന്നാൽ എന്നെ കണ്ടപ്പോൾ ഞാൻ വളരെ ക്ഷീണിച്ചും വിളറിയുമാണ് കാണപ്പെടുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. എന്നോട് നേരത്തെ പോയി കിടന്ന് വിശ്രമിക്കാനും കൂടുതൽ നേരം ഉറങ്ങാനും ആവശ്യപ്പെട്ടു. രാത്രിയിൽ മദർ തന്നെ ഒരു കപ്പ് ചൂടുള്ള പാൽ എനിക്ക് കൊണ്ടുവന്ന് തന്നു. അവൾക്ക് ഒരു മാതൃഹൃദയവും നല്ല ശ്രദ്ധയും ഉണ്ടായിരുന്നു. എന്നെ സഹായിക്കാൻ ഒത്തിരി പ്രയത്നിച്ചിരുന്നു. എന്നാൽ ഈ ആത്മീയ പീഡയിൽ ബാഹ്യകാര്യങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ലായിരുന്നു. അവ ഒരാശ്വാസവും നൽകിയില്ല. കുമ്പസാരത്തിലൂടെയാണ് ഞാൻ ശക്തി
വീണ്ടെടുത്തത്. താമസം വിന എനിക്ക് എല്ലാം തുടങ്ങാൻ സാധിക്കുമല്ലോ എന്നോർത്ത് സമാധാനിച്ചു. വ്യാഴാഴ്ച എൻ്റെ കൊച്ചു മുറിയിലായിരുന്നപ്പോൾ എനിക്ക് മുകളിലായി വളരെ പ്രകാശിതമായി തിരുവോസ്തി കാണപ്പെട്ടു. ഉന്നതങ്ങളിൽ നിന്ന് വരുന്നത് പോലെ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. ഈ തിരുവോസ്തിയായിരിക്കും നിന്റെ ശക്തികേന്ദ്രം. ഇത് നിന്നെ സംരക്ഷിച്ചു കൊള്ളും. ഈ ശബ്ദത്തോടെ ദർശനം അവസാനിച്ചു. എന്നാൽ ഒരു ആത്മീയ ശക്തി എന്നിൽ വന്ന് നിറഞ്ഞു. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ തിരുവിഷ്ടം പൂർത്തിയാക്കുന്നതിലാണെന്ന ഉൾപ്രകാശവും ലഭിച്ചു. ഓ എത്രയും പരിശുദ്ധ ത്രിത്വമേ, നിത്യനായ ദൈവമേ, അവിടുത്തെ അഗാധമായ കരുണയും ആത്മീയ പ്രകാശവും പതിക്കുമ്പോൾ മാത്രം പ്രശോഭിക്കുന്ന തീരെ ചെറിയൊരു വജ്രക്കല്ലായി അവിടുത്തെ കരുണയാകുന്ന കിരീടത്തിൽ ഞാൻ തിളങ്ങട്ടെ. ഓ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യം മുഴുവനും അങ്ങയുടേതാണ്. എനിക്ക് സ്വന്തമായുള്ളത് എൻ്റെ നിസ്സാരത മാത്രമാണ്. നോമ്പുകാലം ആരംഭിച്ചപ്പോൾ ഉപവാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പരിത്യാഗങ്ങൾ ചെയ്യാൻ ഞാൻ കുമ്പസാരക്കാരനോട് അനുവാദം ചോദിച്ചു. എന്നാൽ എന്നോട് യാതൊരു ഭക്ഷണവും ഉപേക്ഷിക്കേണ്ടതില്ലെന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈശോ കുരിശിൽ കിടന്നപ്പോൾ എങ്ങനെ കയ്പുള്ള വിനാഗിരി സ്വീകരിച്ചുവെന്ന് ധ്യാനിച്ചാൽ മതിയെന്നും പറഞ്ഞു. ഇത് എന്തെങ്കിലും ആത്മീയ ഉപകാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. എങ്കിലും അനുഭവം മറിച്ചായിരുന്നു. ഞാൻ അനുസ്യൂതം അവിടുത്തെ പീഡാസഹനത്തെപ്പറ്റി ധ്യാനിക്കുവാനും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഞാൻ എന്താണ് കഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ഈ ധ്യാനാനുഭവത്തിലായിരിക്കുവാനും ഇതെന്നെ സഹായിച്ചു. നോമ്പ് കാലാരംഭത്തിൽ എൻ്റെ പ്രത്യേക ആത്മശോധനയുടെ വിഷയം മാറ്റിയെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. കഠിന പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരം എന്ന ശുദ്ധ നിയോഗത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറഞ്ഞു. ഇതെന്നെ എപ്പോഴും ദൈവൈക്യത്തിൽ ജീവിക്കുവാൻ സഹായിച്ചു. കൂടാതെ ഈ നിയോഗം എൻ്റെ പ്രവൃത്തികൾ പരിപൂർണതയുള്ളതാക്കി. കാരണം ഞാൻ എന്തു ചെയ്താലും അത് അമർത്യമായ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിച്ചപ്പോൾ കഷ്ടതയും ക്ലേശങ്ങളും ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നി. മറിയമാണ് എൻ്റെ ഗുരുനാഥ. അമ്മയാണ് ദൈവത്തിനായി എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിക്കുന്നത്. ഓ മറിയമേ, അമ്മയുടെ അഗാധമായ എളിമയും സൗമ്യതയും എൻ്റെ അരൂപിയെ പ്രകാശിപ്പിക്കുന്നു. ഒരവസരത്തിൽ ഞാൻ ചാപ്പലിൽ കയറിയൊരു ആത്മാവിൻ്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഈ ഉൾപ്രകാശം ലഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എപ്പോഴും സ്വീകരിക്കുകയില്ല. അവ മറ്റ് ആത്മാക്കളുടെ രക്ഷയ്ക്കായി സ്വീകരിക്കും. ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ രക്ഷപ്പെട്ടില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാവുകയില്ല. ദൈവവും ആത്മാവും തമ്മിലുള്ള ഗാഢ ഐക്യത്തിൽ ദൈവത്തിനും ആത്മാവിനും മാത്രം അറിയാവുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഓരോ ആത്മാവിനോടും ദൈവം ബന്ധപ്പെടുന്നത്. ഈ ആന്തരിക ഐക്യം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. സ്നേഹത്തിനാണ് ഇവിടെ പ്രഥമ സ്ഥാനം. സ്നേഹമെല്ലാം ആർജിച്ചെടുത്ത് ഉജ്ജ്വലിക്കുന്നു. മാതൃവാനായ ഈശോ വളരെ സൗമ്യമായി തന്നെ ആത്മാവിന് നൽകുന്നു. തൻ്റെ സമാധാനത്തിൽ ആത്മാവിനെ നിവസിപ്പിക്കുന്നു. അവിടുന്ന് ആത്മാവിന് വളരെ ഉന്നതമായ കൃപകൾ നൽകി ശക്തിപ്പെടുത്തുന്നു. അവിടുത്തെ പറ്റിയുള്ള അറിവ് ആത്മാവിൽ നിവേശിപ്പിക്കുകയും അവിടുത്തെ ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. തിരുസഭയിൽ ദൈവകരുണയ്ക്കായി നിരന്തരം യാചിക്കുന്ന ഒരു ഗണം ആത്മാക്കളുള്ളത് വളരെ നല്ല കാര്യമാണെന്ന് ഒരു വൈദികൻ എന്നോട് പറഞ്ഞു. കാരണം നമ്മളെല്ലാം അവിടുത്തെ കരുണ വളരെയധികം ആവശ്യമുള്ളവരാണ്. ഇത് കേട്ടപ്പോൾ അതിസ്വാഭാവികമായ ഒരു ആത്മീയ പ്രകാശം എനിക്ക് ലഭിച്ചു. ഓ ദൈവം എത്ര നല്ലവനാണ്. മാർച്ച് 18, 1936. ഒരിക്കൽ ഞാൻ ഈശോയോട് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ എൻ്റെ സഭയിൽ വരുത്തിയോ, എന്തെങ്കിലും ബാഹ്യമായ അനുഭവങ്ങൾ നൽകിയോ, അല്ലെങ്കിൽ എന്നെ അവർ ഇവിടെ നിന്ന് പുറത്താക്കിയോ ആദ്യത്തെ കാൽവെപ്പ് നീ തന്നെ നടത്താമോ എന്ന്. ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഈ സന്യാസ സഭയിൽ നിന്ന് പുറത്തു പോവുകയെന്നത് അസാധ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. 3 മണിക്കൂർ നേരത്തേക്ക് ഇതേക്കുറിച്ചുള്ള ആകുലതകളാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. എൻ്റെ മനസ്സിന് ഈശോയുടെ തിരുമനസ്സിന് ഞാൻ സമർപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ മദർ ജനറൽ എന്നെ വാർസോയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നുവെന്ന് മദർ സുപ്പീരിയർ എന്നോട് പറഞ്ഞു. ഒരുപക്ഷെ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരികയില്ലായിരിക്കും. ഇവിടെ നിന്ന് തന്നെ പുറത്തു പോയിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തോട് ചോദിച്ച ബാഹ്യ അടയാളമായി ഞാനതിനെ കണ്ടു. മദർ സുപ്പീരിയർ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും അരികിൽ വിളിച്ച് പറഞ്ഞു, സഹോദരി, എങ്ങനെയാണെങ്കിലും ഇപ്പോൾ പോവുക.
ഉടനെ തന്നെ തിരിച്ചു വരേണ്ടി വന്നാലും ഒരു യാത്രയുടെ നഷ്ടമല്ലേയുള്ളൂ. ശരി, ഞാൻ പോയിക്കൊള്ളാമെന്ന് ഉത്തരം നൽകി. തീവ്രവേദന എൻ്റെ ഹൃദയത്തെ ഗ്രസിച്ചു. കാരണം ഈ യാത്രയിലൂടെ കാര്യങ്ങൾ ഇനിയും താമസിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാറ്റിനും ഉപരിയായി അനുസരിക്കുവാൻ ഞാൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. വൈകുന്നേരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവമാതാവ് എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം എൻ്റേതുപോലെയാകണം, ഒളിക്കപ്പെട്ടതും ശാന്തവുമാകണം. അനുസ്യൂതമായ ദൈവൈക്യത്തിൽ മനുഷ്യകുലത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കിക്കൊണ്ടുമുള്ളതുമായ ജീവിതം. വൈകുന്നേരം വിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയത്ത് എൻ്റെ ആത്മാവ് ദൈവപിതാവുമായി സഹവാസത്തിലായി. അവിടുത്തെ തൃക്കരങ്ങളിലെ ഒരു പിഞ്ചു കുഞ്ഞാണ് ഞാനെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു. എൻ്റെ മകളെ, യാതൊന്നിനെയും നീ ഭയപ്പെടേണ്ട. എല്ലാ പ്രതിബന്ധങ്ങളും എൻ്റെ കാൽച്ചുവട്ടിൽ തകർന്നു വീഴും. വലിയൊരു ശാന്തതയാലും ആന്തരിക സമാധാനത്താലും എൻ്റെ ഉള്ളം നിറഞ്ഞു. എൻ്റെ എല്ലാ സഹായങ്ങളും അങ്ങ് എടുത്തു മാറ്റുകയാണെന്നും ഞാൻ വീണ്ടും തനിച്ചാവുകയാണെന്നും എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നും ഞാൻ ഈശോയോട് പരിഭവം പറഞ്ഞു. അപ്പോൾ ഈ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു, ഒട്ടും ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അപ്പോൾ ആഴമായൊരു ശാന്തത ഒരിക്കൽ കൂടി എന്നെ നിറഞ്ഞു. അവിടുത്തെ ദൈവ സാന്നിധ്യം എന്നിലേക്ക് ആഴ്ന്നിറങ്ങിയത് ഞാൻ അനുഭവിച്ചു. എൻ്റെ അരൂപി ദൈവിക ചൈതന്യത്താൽ പ്രകാശിതമായി. എൻ്റെ ശരീരവും അതിൽ ആനന്ദിച്ചു. ഞാൻ വിൽനൂസിൽ നിന്ന് പോകുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം പ്രായമായൊരു സഹോദരി അവളുടെ ആത്മസ്ഥിതി എനിക്ക് വെളിപ്പെടുത്തി. അവളുടെ എല്ലാ കുമ്പസാരങ്ങളും വാസ്തവമായോ എന്ന ചിന്തയും ഈശോ എല്ലാ തെറ്റുകളും അവളോട് ക്ഷമിച്ചോ എന്ന സംശയവും നിമിത്തം വളരെ വർഷങ്ങളായി അവൾ ആന്തരികമായി സഹിക്കുകയാണ്. കുമ്പസാരക്കാരനോട് എന്തെങ്കിലും ഇതേക്കുറിച്ച് പറഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചു. പല പ്രാവശ്യം അവൾ ഇതേക്കുറിച്ച് കുമ്പസാരക്കാരനോട് പറഞ്ഞെന്നും കുമ്പസാരക്കാരൻ എപ്പോഴും സമാധാനമായിരിക്കാൻ പറഞ്ഞെന്നും അവൾ ഉത്തരം നൽകി. എന്നാലും ഞാൻ വളരെയധികം സഹിക്കുകയാണ്. ഒന്നും എനിക്ക് ആശ്വാസം നൽകുന്നില്ല. ദൈവം എന്നോട് ക്ഷമിച്ചിട്ടില്ലെന്ന് എപ്പോഴും തോന്നുകയാണ്. ഞാൻ മറുപടി നൽകി, നീ നിന്റെ കുമ്പസാരക്കാരനെ അനുസരിക്കണം. സഹോദരി, പൂർണ്ണമായും സമാധാനപ്പെടുക. കാരണം ഇതൊരു പ്രലോഭനമാണ്. എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് പ്രതികരിച്ചു. അവിടുന്നെല്ലാം അവളോട് ക്ഷമിച്ചോ എന്നും അവളുടെ കുമ്പസാരങ്ങൾ നല്ലതോ ചീത്തയോ എന്നും ഈശോയോട് ചോദിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ശക്തമായി മറുപടി നൽകി, സഹോദരി തന്നെ നേരിട്ട് ചോദിക്കൂ. കുമ്പസാരക്കാരനെ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ. എന്നാൽ അവൾ എൻ്റെ കയ്യിൽ ചാടിപ്പിടിച്ചു. ഉത്തരം നൽകാതെ പോകാൻ എന്നെ അനുവദിച്ചില്ല. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഈശോ അവളെക്കുറിച്ച് എന്താണ് എന്നോട് പറയുന്നതെന്നും അറിയാൻ എന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, സഹോദരിയോട് ഈശോ സംസാരിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അവൾ എൻ്റെ കൈ ബലമായി പിടിച്ചിരുന്നത് കൊണ്ട് നിവൃത്തിയില്ലാതെ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പു നൽകി. വൈകുന്നേരം വിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയത്ത് ഞാൻ ഈ സ്വരം എൻ്റെ ആത്മാവിൽ ശ്രവിച്ചു. അവൾ ചെയ്ത പാപത്തേക്കാൾ കൂടുതലായി അവളുടെ അവിശ്വാസം എന്നെ വേദനിപ്പിച്ചുവെന്ന് അവളോട് പറയുക. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നീട് അവളുടെ ആത്മാവ് വലിയ സമാധാനത്തിലായി. ഈ ആത്മാവിനെ ഞാൻ വഴി സ്വാന്തനപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. വളരെ വില കൊടുക്കേണ്ടി വന്നെങ്കിലും അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റിയതിൽ ഞാൻ സന്തോഷിച്ചു.